ജമ്മു കശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ വധിച്ചു. കത്വയിലെ ബിലാവർ പ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത്. ഈ മേഖലയിൽ ഇപ്പോഴും സൈനിക മുന്നേറ്റം തുടരുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വെരി ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ ദിവസങ്ങളായി ഈ ജമ്മു കശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏത് ഭീകരനെയാണ് വധിച്ചത്? രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന. അശ്വതി, ഗുഡ് ഈവനിംഗ്. ജമ്മു കശ്മീരിൽ കത്വയിൽ ബിലാവർ മേഖലയിൽ സുരക്ഷാ സേന നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഒരു ഭീകരനെ വധിച്ചിട്ടുള്ളത്. IB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജമ്മു കശ്മീർ പോലീസും സൈന്യവും CRPFും സംയുക്തമായി നടത്തിയിട്ടുള്ള ഓപ്പറേഷനിലാണ് ഭീകരനെ വധിക്കാൻ സാധിച്ചത്. നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിൽപ്പെട്ട ആളെയാണ് വധിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇയാൾ പാകിസ്ഥാൻ പൗരനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ എന്നാണ് ഈ ഭീകരന്റെ പേര് എന്നുള്ളതുമാണ് ഉന്നത ഉദ്യോഗസ്ഥർ നിലവിൽ ലഭ്യമാക്കിയിട്ടുള്ള വിവരം. അതായത് ജെയ്ഷെ മുഹമ്മദ് ഭീകരനെയാണ് സൈന്യവും CRPFും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെ കത്വയിൽ വെച്ച് വകവരുത്തിയിട്ടുള്ളത്. കിഷ്ത്വാർ മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. കത്വയിൽ തന്നെ, അതായത് നിലവിൽ ഇന്നിപ്പോൾ ഭീകരനെ വധിച്ച കത്വ മേഖലയിൽ തന്നെ ഒരാഴ്ചയ്ക്ക് മുൻപ് ഭീകരരുടെ താവളം സൈന്യം തകർത്തിരുന്നു. ആ ഓപ്പറേഷനിൽ രക്ഷപ്പെട്ട വനമേഖലയിൽ ഒളിച്ച ഭീകരനെയാണ് നിലവിൽ ഏറ്റുമുട്ടലിലൂടെ വധിച്ചത് എന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിൽ നേരത്തെ ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളെല്ലാം അതിശക്തമായിട്ടുള്ള പരിശോധനയും നിരീക്ഷണവും തുറന്നു വരികയാണ്. പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി ജമ്മു കാശ്മീരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ പ്രത്യേക പരിശോധന നടക്കുന്നു. അതിനിടയിലാണ് IB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കത്വയിലെ ബിലാവർ മേഖലയിൽ സൈന്യം നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ വധിച്ചത്. അശ്വതി. ശരി ജിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. ജമ്മു കശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഒരു ഭീകരനെയാണ് വധിച്ചത്.